പ്രിയപ്പെട്ട എഴുത്തുകാരി ശാലിനി ശ്രീജിത്തിന്റെ വരികൾ. പേരറിയ പെണ്ണൊരുത്തി. പ്രിയമേറിയതൊക്കെയും ഒരു നാൾ കൈവെടിയേണ്ടി വന്നവൾ ലക്ഷ്മി. ആഞ്ഞടിക്കുന്ന തിരമാലയിലേക്ക് മിഴി അർപ്പിച്ചു നനയുമ്പോൾ ചുറ്റുമുള്ളവരുടെ അവജ്ഞ നിറഞ്ഞ നോട്ടങ്ങൾ അവൾ കണ്ടില്ല. അവളോ ആഹ്ലാദത്തിലായിരുന്നു. ദിശയറിയാതെ പാറിപ്പറന്നൊരു പട്ടമായി അവളുടെ മനവും. കടലാഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെ ഒത്തിരി നിഗൂഢതകൾ തന്നിലുണ്ടെന്ന് അവൾക്ക് തോന്നി. തന്നിലേക്ക് മിഴിയർപ്പിച്ച് അരികിൽ നിൽക്കുന്നവനെ അവൾ ഒന്നു നോക്കി. അവന്റെ കണ്ണുകളിൽ അനിർവചനീയമായ ഭാവമായിരുന്നു. ഇയാൾ തനിക്കാരെങ്കിലും ആണോ? ഒരിക്കലുമല്ല. പലരെയും പോലെ തന്നെ തേടി വന്നൊരു ആവശ്യക്കാരൻ മാത്രം. പക്ഷേ അവരെപ്പോലെ വ്യഗ്രത കാട്ടുന്ന ഒരാളല്ലായിരുന്നു. സൗമ്യതയോടെ ഒരു സംസാരത്തിന് തുടക്കം കുറിച്ചപ്പോൾ അയാൾക്ക് അറിയേണ്ടത് അവളുടെ പേരായിരുന്നു. ഒരു നിമിഷം മറ്റെല്ലാം മറന്നു പൊട്ടി ചിരിച്ചു പോയിരുന്നു. എനിക്കും പേരോ എന്നാണ് അവൾ ചിന്തിച്ചത്. അങ്ങനെയൊരു പേരുണ്ടെങ്കിൽ അതവൾ എന്നോ മറന്നുപോയിരുന്നു. അതെന്താ തനിക്ക് പേരില്ലേ എന്ന അവന്റെ ചോദ്യത്തിന് ഒരു നിമിഷം മൗനമായി. ഉണ്ടല്ലോ, ഇവിടെ വരുന്നവർ അവർക്ക് ഇഷ്ടപ്പെട്ട പേരാണെന്നെ വിളിക്കുന്നത്. ഇതിലൊന്നും പെടാതെ നടക്കുന്ന ചില പകൽ മാന്യന്മാരും മറ്റുള്ളവരും അഭിസാരിക എന്നാണ് വിളിക്കുന്നത്. എത്രയോ തവണ നേരിട്ട് മുഖത്ത് നോക്കി വിളിച്ചിട്ടുണ്ട്. അവജ്ഞയോടെ വഴി മാറിപ്പോയിട്ടുണ്ട്. മുഖത്തേക്ക് എന്നതുപോലെ വഴിയരികിൽ കാർക്കിച്ചു തുപ്പിയിട്ടുണ്ട്. അപ്പോഴൊക്കെയും അവൾ കരുതിയത് ഇതൊരു തൊഴിലായി താൻ സ്വയം സ്വീകരിച്ചതായിരുന്നുവോ എന്നാണ്. ഒരിക്കലുമല്ല. എല്ലാവരും കൂടി അങ്ങനെ ആക്കി മാറ്റിയതല്ലേ അവളെ. മാതാപിതാക്കളെക്കാളും വിശ്വസിച്ച് കൂടെ കൂട്ടി ഇറങ്ങിയ കാമുകനല്ലേ ആദ്യം ചതിച്ചത്. എന്നിട്ടോ മറ്റുള്ളവർക്ക് കാഴ്ച വെച്ച് പണം സമ്പാദിച്ചില്ലേ. എതിർത്തപ്പോൾ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞാണെന്ന് പോലും ഓർക്കാതെ അവനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നെ വരുതിയിലാക്കിയില്ലേ. ഒടുവിൽ ഒരു നാൾ അയാളുടെ കണ്ണു വെട്ടിച്ച് മകനെയും പൊതിഞ്ഞു പിടിച്ച് രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെയും പടിയിറക്കപ്പെട്ടു. തൻ്റെ കഥകളൊക്കെ നാട്ടിൽ പാട്ടായി മാറിയിരുന്നു. ഒടുവിൽ ആർത്തലച്ചു വരുന്ന തിരമാലകളിൽ കുഞ്ഞിനെയും കൊണ്ട് അഭയം പ്രാപിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞു നിർത്തിയത് താൻ എന്നും വെറുപ്പോടെ നോക്കിയ, ഇപ്പോൾ തന്നെ മറ്റുള്ളവർ വിളിക്കുന്ന പോലെ ഒരിക്കലെങ്കിലും താൻ വിളിച്ച ആ സ്ത്രീയായിരുന്നു. അവർക്കൊപ്പം നടക്കുമ്പോൾ ഉള്ളിൽ നിറച്ച് കട്ട പിടിച്ച ഇരുട്ടായിരുന്നു. ഇനി എന്ത്? അവർ തന്നെ വെച്ച് കാശുണ്ടാക്കുവാനാകും കൂടെ കൂട്ടിയത് എന്നവൾക്കറിയാം. എങ്കിലും കുഞ്ഞിനെ കുറിച്ച് ഓർത്തപ്പോൾ നേരത്തേതുപോലൊരു സാഹസികത ഇനിയും കാണിക്കാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. ആ പാവം കുരുന്ന് എന്ത് ചെയ്തിട്ടാണ്? അവനും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? വരുന്നത് പോലെ വരട്ടെ എന്നവൾ കരുതി. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് ആ സ്ത്രീ അവൾക്കും കുഞ്ഞിനും അഭയം കൊടുക്കുക മാത്രമല്ല, അവർക്ക് ജീവിക്കാനായി ഒരു തൊഴിൽ തേടിപ്പിടിച്ചു കൊടുക്കാൻ ഒത്തിരി അലഞ്ഞു. പലരുടെയും പരിഹാസവും അശ്ലീല ചുവയുള്ള വാക്കുകളും കേൾക്കേണ്ടി വന്നു. എന്നല്ലാതെ ഒന്നുമായില്ല. ഒടുവിൽ തന്നെ നിസ്സഹായതയോടെ നോക്കിയ അവരെ നോക്കി അവൾ ഒന്നും നെടുവീർപ്പെട്ടു. അന്നു മുതൽ ഇന്ന് വരെ പലരും അവളുടെ ഓരോ ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. എങ്കിലും ഇങ്ങനെ ഒരാൾ ഇതാദ്യമാണ്. അവൾക്ക് ആദ്യം അത്ഭുതമാണ് തോന്നിയത്. പിന്നീട് അവന്റെ വാക്കുകൾ കേട്ടവൾ ഒരു മായ ലോകത്തെത്തപ്പെട്ടു. ഇതുവരെ താണ്ടിയ ഹീനമായ വഴിയിൽ നിന്നും മാറി സഞ്ചരിക്കാൻ ഒരവസരം. സന്തോഷം കൊണ്ട് അവളുടെ ഹൃദയം വീർപ്പുമുട്ടി. എങ്കിലും അയാളെ സംശയദൃഷ്ടിയോടെ ഒരിക്കൽ കൂടി നോക്കി. പിന്നെയും ഏറെ നേരം കഴിഞ്ഞപ്പോൾ ലക്ഷ്മി എന്നവൻ വിളിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, തൻ്റെ കരിപുരണ്ട ജീവിതത്തിന് എപ്പോഴോ മറവിക്ക് വിട്ടുകൊടുത്ത കളിക്കൂട്ടുകാരനാണ് അവനെന്ന്. അങ്ങനെ അവൾക്കും ഒരു പേരായി. തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവുമായി അവൻ വച്ചു നീട്ടിയത് ഒരു ജോലിയായിരുന്നു. ആരെയും പേടിക്കാതെ ഇനിയും മുതൽ തനിക്ക് ജീവിച്ചു തുടങ്ങാം.
മറ്റുള്ളവരുടെ മുന്നിൽ തനിക്കും തൻ്റെ കുഞ്ഞിനും ഇനിയെങ്കിലും തല ഉയർത്തിപ്പിടിച്ച് നടക്കണം എന്നവൾ ആഗ്രഹിച്ചു. അസ്തമയ സൂര്യൻ ഭൂമിയുടെ നെറുകയിൽ ചുംബിച്ച് വിട പറയുമ്പോൾ അത് നോക്കി നിന്നവളും അവളുടെ മനസ്സും ഇനിയുള്ള ഓരോ പുലരിയും തനിക്കുള്ള വർണ്ണങ്ങൾ നിറയണമെന്ന് അവൾ മൗനമായി പ്രാർത്ഥിച്ചു. ശാലിനി ശ്രീജിത്ത് കുറിക്കുകയാണ്.